നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ ഇട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് വല്ലാത്തൊരു വിഷമത്തിലായി പോയി കാവേരി. എന്ത് ചെയ്യണമെന്നറിയില്ല. എല്ലാരും നാല് വഴിയുന്നു കാവേരിയെ കുറ്റപ്പെടുത്തി. നിവിനും കാവേരിയും തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ട്, അവർ തമ്മിലൊരു അടുപ്പമുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെറുതെ അങ്ങനെ ഉണ്ടാക്കി പറയുവാണ് ജയപാലിന്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാവേരിക്കും ഭയങ്കര സങ്കടമായിരുന്നു. അതിന്റെ പേരിൽ കാവേരിക്ക് ഒത്തിരി ടോർച്ചറിങ് ഒക്കെ ഉണ്ടായി. കാരണം കാവേരി ഒരിക്കലും വിചാരിച്ചിരുന്ന കാര്യമല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന. വീട്ടിൽ നിന്നാണെങ്കിലും ശാരദയാണെങ്കിലും ഗംഗയാണെങ്കിലും എല്ലാവരും ചീത്ത പറഞ്ഞു. ഒടുവിൽ നിവിനെ വിളിച്ചിട്ട് വിനീത് ഉപദേശിക്കുന്നുണ്ട്. എന്ത് പരിപാടിയാണ് നീ കാണിച്ചേ? നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്നോട് നേരത്തെ തുറന്നു പറയാൻ പാടില്ലായിരുന്നോ? നീ എന്നിട്ട് എന്താ മറച്ചു വെച്ചാന്നൊക്കെ ചോദിച്ചു. നിവിൻ പറഞ്ഞു, അത് പിന്നെ ഞാന് വേണ്ട, ഇനി നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. ഈ സമയത്ത് കാവേരി ശാരദയെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. നിവിനാണെ വല്ലാത്തൊരു സങ്കടമായിപ്പോയി. താൻ കാരണം കാവേരിക്കും ബുദ്ധിമുട്ടുണ്ടായല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. നിവിന് കാവേരി അത്രയ്ക്ക് ഇഷ്ടമാണ്. കാവേരിയുടെ മനസ്സിലും ഇപ്പൊ നിവിനെ കുറിച്ച് അങ്ങനെ വലിയ മോശം കാര്യങ്ങളൊന്നുമില്ല. നേരത്തെ ആദ്യമൊക്കെ കാവേരിക്ക് നിവിനോട് ദേഷ്യമായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. തന്റെ ഏത് കാര്യങ്ങളും തുറന്നു പറയാൻ നല്ലൊരു സുഹൃത്ത്, ആ ഒരു ചിന്തയൊക്കെ കാവേരിയുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴാണ് പെട്ടെന്ന് അതിന്റെ ഒരു മനങ്ങലേൽക്കുന്നത്. നിവിനെ ആണെങ്കിലോ ജയപാലിനും രാജേശ്വരും ഒക്കെ കുറെ ചീത്ത പറഞ്ഞു. നാണമില്ലേടാ നിനക്ക്? എങ്ങോ കിടന്ന് ആ കുപ്പത്തൊട്ടി കിടക്കുന്ന അവളുടെ പിന്നാലെ പോവാനായിട്ട്. എടാ, നീ നിന്റെ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ നോക്കണം. അത് മാത്രമല്ല, അധികം വൈകാതെ രാഗിണിയുമായിട്ടുള്ള നിന്റെ വിവാഹം നടക്കണ്ട. എന്നിട്ടാണ് അവളുടെ പിന്നാലെ നീ പോയിരിക്കുന്നത്. ഇത്രയെങ്കിലും നാണമുണ്ടെ നീ പോകോടാ. പക്ഷെ നിവിന് ദേഷ്യമായിരുന്നു. എന്റെ വിവാഹം ഞാനല്ലേ തീരുമാനിക്കണ്ടേ? ആരോടൊപ്പം ജീവിക്കണം ഞാനല്ലേ തീരുമാനിക്കണ്ടേ? അതിന് അമ്മയാണോ തീരുമാനിക്കുന്നേ? എടാ, നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നറിയാം. ആ കാവേരി എന്ന് പറയുന്നവളെ, ആ ഉരുമ്പെട്ടവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിരിക്കും. അത് ഈ ജന്മത്തിൽ നടക്കില്ല. ഞാൻ ഇരിക്കുമ്പോൾ നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു നിവിന്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം തന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. കാവേരി ഒരു കാരണവശാലും ഈ വീട്ടിലേക്ക് വരാനായിട്ട് അമ്മ സമ്മതിക്കില്ല എന്നുള്ള കാര്യം നിവിന് മനസ്സിലായി. എന്നാലും അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാനായിട്ട് നിവിന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. നിവിന് നല്ല ദേഷ്യവും കാര്യങ്ങളും ആയിരുന്നു. എല്ലാത്തിനും കാരണം ആ ജയപാലനങ്കള, തന്റെ അങ്കിള് കാരണം ഈ പ്രശ്നങ്ങളൊക്കെ. അങ്കിളാണ് എല്ലാം ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മയുടെ വരെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കണേ. തനിക്ക് പക്ഷെ രാഗിണിയെ ഒരിക്കലും ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ല. അവളെപ്പോഴൊരു പെണ്ണിനെ താൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന പോലുമില്ല. ആ ഒരു ചിന്തയായിരുന്നു നിവിന്റെ മനസ്സിൽ. ഈ സമയത്ത് സുജാതയ്ക്ക് കുറച്ച് പൈസയുടെ ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ നോക്കി കഴിയുമ്പോഴാണ് സുജാത ഒരു കാര്യം മനസ്സിലാകുന്നത്. താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന പൈസയൊന്നും കാണുന്നില്ല. അതൊക്കെ നേരത്തെ ഗീത അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. സുജാതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഒടുവില് വിനീതിന്റെ അടുത്ത് വരുന്നുണ്ട്. വിനീതിന്റെ അടുത്ത് വന്നിട്ട് വിനീതിനോട് കരഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലടാ മോനെ. ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എല്ലാരെ. ഒടുവില് എന്നെ അവള് ചതിച്ചു. എന്റെ സ്വന്തം മോള് ചതിച്ചു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര സങ്കടമായി പോയി വിനീതിന്. പക്ഷെ വിനീതിന്റെ കയ്യിൽ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗംഗ എന്ത് ചെയ്തു? തന്റെ അച്ഛൻ തനിക്കായിട്ട് കരുതി വെച്ചിരുന്ന മാല ഉണ്ടായിരുന്നു, ഒരു മാല. അത് ഗംഗ കൊണ്ടുപോയി അവരുടെ കൊടുക്കുവാണ്. സുജാത കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇതേ അമ്മ, ഇത് എന്ത് വെച്ച് ചെയ്തോ? പണയം വിൽക്കോ എന്താന്ന് ചെയ്തോ? ഇന്ന് വരെ ഞാനിത് ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷേ എങ്കിൽ അമ്മയുടെ ഇപ്പോഴത്തെ ആവശ്യം നടക്കട്ടെ. സുജാതയ്ക്ക് അത്രയ്ക്ക് ആവശ്യമായിരുന്നു. അങ്ങനെ ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് സുജാതയ്ക്ക് ആ മാലയെ കൊടുക്കുന്നുണ്ട്. സുജാതയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം തനിക്കൊരാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ താന് ഒരിക്കലും തള്ളി പറഞ്ഞാണ് തന്റെ മരുമോളെ. പക്ഷെ ഇപ്പൊ ഇവളോ ഉള്ളല്ലോ എന്നൊക്കെ ഒരു ചിന്ത സുജാതയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ഈ സമയത്ത് നീവും കാവേരിയെ കാണാനായിട്ടൊക്കെ തീരുമാനിക്കുന്നുണ്ട്. കാവേരിയെ കണ്ട് തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയണമെന്ന്. പക്ഷെ കാവേരിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. നീവും വന്നു കഴിഞ്ഞപ്പോൾ കാവേരി പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഇനി എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ. എന്തിനാ വെറുതെ? എന്റെ വീട്ടിലല്ലേ തന്നെ ഇപ്പൊ നല്ല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് നിവിൻ കാരണം. നിവിനെ കാണരുത്, മിണ്ടരുതെന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. വെറുതെ എന്തിനാ നിന്റെ ജീവിതം കൂടെ ഞാനായിട്ട് തകർക്കുന്നേ? കാവേരിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ പറയുമ്പോ. കാവേരിയുടെ മനസ്സിൽ എവിടെയോ നിവിനൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിവിനും ഭയങ്കര വിഷമമായി. നിവിൻ വിനീതിനോട് ഇന്ന് സങ്കടമൊക്കെ പറയുന്നുണ്ട്. വിനീത് പറഞ്ഞു, എടാ, അതൊന്നും നടക്കാൻ പോകുന്ന ബന്ധമല്ല, നിനക്കറിയാലോ എന്താ എങ്ങനെയാന്നൊക്കെ. പിന്നെ നിന്റെ അമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് മാത്രമല്ല, അമ്മായി സമ്മതിക്കാൻ പോകുന്നില്ല. ഇവിടെ വന്ന് എന്തൊക്കെ വെല്ലുവിളികളാണ് നിന്റെ അമ്മ നടത്തിയെന്നറിയാവോ? അതുകൊണ്ട് അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഈ സമയത്ത് വിശാല്
കോളേജിലേക്ക് പോകുന്ന സമയത്ത് യമുനയോട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ യമുന മൈൻഡ് ചെയ്തില്ല. യമുനയ്ക്ക് നല്ല ദേഷ്യമായിരുന്നു. ഈ പറയുന്ന വിശാലിന്റെ അച്ഛനാണ് എല്ലാത്തിനും കാരണം. തന്റെ അച്ഛന്റെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ അടിച്ചെടുത്ത അയാളാണ്. അതുകൊണ്ട് വിശാലിനോട് കൂടുതൽ കമ്പനിക്കൊന്നും പോയില്ല. അപ്പോഴേക്കും വിശാലിന്റെ കൂട്ടുകാരെ കളിയാക്കി. എന്താടാ ഇപ്പൊ അവൾക്ക് നിന്റെ വലിയ മൈൻഡൊന്നും ഇല്ലല്ലോ, അവൾക്ക് വേറുള്ളവരുടെ ആണല്ലോ, എന്ത് പറ്റി, നിന്നെ തേച്ചിട്ട് പോയെന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും കളിയാക്കുന്നുണ്ട്. അത് വിശാലിന് വല്ലാത്തൊരു കുറച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതങ്ങനെ വെറുതെ വിട്ടുകൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അവൾക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടായി. ഇതേ സമയത്ത് കാവേരി അങ്ങനെ അടങ്ങിയിരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. തന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമല്ലേ. ഒടുവിൽ ഒരു വക്കീലിനെ പോയി കാണുവാണ്. കാവേരി വിനീതിനെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ വക്കീലിനെ പോയി കണ്ടു. വക്കീലിനോട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വക്കീല് പറഞ്ഞു, നോക്കട്ടെ, ഒരു കേസ് ഫയൽ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ വിനീതും കാവേരിയും കൂടെ കേസൊക്കെ ഫയൽ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷെങ്കിൽ അയാൾ എന്ത് ചെയ്തു, ജയപാലിനെ കാണാൻ വരുന്നുണ്ട്. ജയപാലിനെ വന്ന് കണ്ട് ജയപാലിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഇതുപോലെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ അയാൾക്ക് സഹിച്ചില്ല. ജയപാലൻ പറഞ്ഞു, അവളോ, അവളുടെ കൂടെ ആരാ വന്നേ? വിനീത് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനും കൂടെ വന്നേന്ന് പറഞ്ഞു. ഓ, ഇതെല്ലാം വിശാല് കേട്ടു. ഓഹോ, ഈ പറയുന്ന ഷെമിനയുടെ വീട്ടുകാര് ചേച്ചിയൊന്നും വെറുതെ ഇരിക്കുന്നില്ല, ഒരു പണി കൊടുക്കണമല്ലോ എന്നൊക്കെ ഒരു ചിന്ത വിശാലിന്റെ മനസ്സിലേക്ക് വന്നു. പിന്നീട് വിശാലിന്റെ സഹോദരിയുണ്ട് രാഗിണി, അവളെ കാണാൻ പോകുമെന്നും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ പതിവ് പോലെ യമുന കോളേജിലേക്ക് വന്നു. കോളേജിലേക്ക് വരുന്ന സമയത്താണ് വിശാല് യമുനയുടെ അടുത്തേക്ക് ഇരുന്നേ. നീ എന്നോട് എന്താ പഴയതുപോലെ സംസാരിക്കാത്തെ? ഭയങ്കര സ്നേഹത്തോടെ അങ്ങനെ സംസാരിക്കുന്നേ. നീ എന്നോട് സംസാരിക്കായിരുന്നു, എനിക്ക് ഭയങ്കര വിഷമവും. നീ എന്നോട് മിണ്ടാതിരിക്കരുത് യമുന. അച്ഛൻ അങ്ങനെയൊക്കെ ചേർന്ന് വെച്ചോണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ തെറ്റുകാരനൊന്നും അല്ലല്ലോ. ഞാൻ എന്നോട് എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കണേ? അതെല്ലാം കേട്ടിപ്പോ യമുനയ്ക്ക് സങ്കടമായി. യമുന, നീ ഒരു കാര്യം ചെയ്യുക, എന്നോടൊപ്പം വാ. നീ എന്നോടൊപ്പം വന്നു കഴിയുമ്പോൾ ഞാൻ അച്ഛനെ വിളിക്കാം. അച്ഛനെ വിളിച്ചിട്ട് അച്ഛനോട് കാര്യങ്ങൾ പറയാം. നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പണവും കാര്യങ്ങളൊക്കെ അച്ഛനോട് തിരിച്ചു തരാൻ പറയാം. അതൊന്നും ശരിയാകത്തില്ല വിശാലെ. നിന്റെ അച്ഛൻ തിരിച്ചു തരുമെന്ന് തോന്നുന്നുണ്ട്. തരും, ഞാൻ പറഞ്ഞിട്ട് അച്ഛൻ അനുസരിക്കാതിരിക്കില്ല, ഉറപ്പായിട്ടും തരും. നീ ഒരു കാര്യം ചെയ്യാം, കോളേജ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഞാൻ പറയുന്നിടത്തേക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, കോളേജ് വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും യമുന വിശാലിന് വേണ്ടി കാത്തിരുന്നു. ഒരു പക്ഷേങ്കിൽ പൈസ കിട്ടുവാണെങ്കിൽ, കാരണം ആ തോട്ടം, ഒന്നെങ്കിൽ ആ തോട്ടം അല്ലെ പൈസ, ഇതിലേതെങ്കിലും രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് തിരികെ കിട്ടണം. അപ്പം ഈ പറയുന്ന ജയപാലിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് അയാളുടെ കാല് പിടിച്ചിട്ടാണെങ്കിൽ ശരി, അത് വാങ്ങിച്ചെടുക്കാന്നൊരു ചിന്ത യമുനയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ വിശാല് വന്നു. വിശാല് വന്നു കഴിഞ്ഞപ്പോൾ യമുനയോട് പറഞ്ഞു, വണ്ടിയിലേക്ക് കയറ. അല്ല ജയപാലനങ്കിള്, അതെ അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു പോകും, നീ വരാൻ പറഞ്ഞു. അങ്ങനെ ഒരു വീട്ടിലേക്ക്, ഒരാളൊഴിഞ്ഞൊരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യമുന ചോദിച്ചു, ഇതെന്താ ഇവിടെ? അതെ ഇവിടേക്ക് അച്ഛൻ വരും, നീ ഒരു കാര്യം ചെയ്യാം, അകത്ത് കയറി ഇരിക്കുക, കുറച്ച് കഴിയുമ്പോഴത്തേനും അച്ഛൻ ഇങ്ങോട്ടേക്ക് വരും, അച്ഛനെയും വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. യമുന അത് വിശ്വസിച്ചു, അവിടെ കയറിയിരുന്നു. ഇത്തിരി കഴിഞ്ഞിട്ടും കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിശാല പറഞ്ഞു, ഇപ്പം തന്നെ വരും, നീ ഒന്ന് സമാധാനപ്പെടാനൊക്കെ പറയണം. പിന്നീട് വിശാല് പുറത്തിറങ്ങിയിട്ട് തന്റെ കൂട്ടുകാരെ വിളിച്ചു. എടാ, അവളെ ഞാൻ ഇവിടെ കൊണ്ടൊന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്, ഇനി അവൾക്ക് അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല, അവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കൂന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും പക്ഷെ കാവേരി അവരൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പതിപോലെ തന്നെ കാവേരി അടുക്കള കയറി ഒരു ചായയൊക്കെ വെച്ച് ശാരദയുടെ അടുത്തേക്ക് വർത്താനം പറയാൻ ചെന്നു. എന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിയുമ്പോഴത്തേനും ശാരദ പറഞ്ഞു, അല്ല യമുന് വരാനുള്ള സമയമായല്ലോ, ഇതുവരെയിട്ടും അവളെന്താ വരാത്തെ? എൻ്റെ അമ്മ അവളെ ഇങ്ങോട്ടേക്ക് വന്നോളൂ എന്നൊക്കെ കാവേരി പറഞ്ഞു. അപ്പോഴേക്കും നീള ചില സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് വന്നു, ഇതൊന്ന് പറഞ്ഞു തരുമോന്ന്. അങ്ങനെ കാവേരി നിളയ്ക്ക് മാത്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഗംഗ വന്നിട്ട് ചോദിച്ചു, അല്ല യമുന വന്നില്ലേന്ന് ചോദിച്ചു. വന്നില്ല എന്ന് പറഞ്ഞു. ഒടുവില് സമയം പോയിക്കൊണ്ടിരുന്നു. യമുനയെ കാണാതെ വന്നപ്പോൾ ടെൻഷനായി. കാവേരി എന്ത് ചെയ്തു, യമുനയുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. പക്ഷെ യമുന പോയെന്നാണ് പറയുന്നത്, അവർക്കും കൂടുതലായിട്ടൊന്നും അറിയില്ല എന്താ ഏതാന്നൊക്കെ. ഒടുവിൽ എന്ത് ചെയ്തു, കോളേജിന്റെ അവിടെ പോയി നോക്കുന്നുണ്ട്, അവിടെയൊന്നും യമുനയെ കണ്ടില്ല. സന്ധ്യാന്തോളം ടെൻഷനായി. വിനീത് വന്നു. വിനീതൊക്കെ വന്ന് അന്വേഷിക്കാണ്ട് തുടങ്ങി. ഒടുവിൽ വിനീത് വിളിച്ചു, ഇങ്ങനെ യമുനയെ കാണുന്നില്ലെന്നുള്ള കാര്യം പറയാണ്. എല്ലാവർക്കും സമയം പോകുന്നതോറും വല്ലാത്തൊരു ടെൻഷനായിരുന്നു. എവിടെ പോയി അന്വേഷിക്കാനാന്ന് അറിയില്ല. എല്ലായിടത്തും അന്വേഷിച്ചു, പക്ഷെ ഒരിടത്തും യമുന ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് യമുനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വിശാലിനോട് ചോദിച്ചു, ഇപ്പൊ തന്നെ വരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. സമയം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒടുവിൽ യമുന പറഞ്ഞു, അതെ ഞാൻ പോകുക, ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ പോവാനായിട്ട് അവൻ സമ്മതിച്ചില്ല.
എടി നീ ഓരോടത്തേക്കും പോകുന്നില്ല, ഇനി ഇവിടെ തന്നെ നിൽക്കൂന്ന് പറഞ്ഞു. എന്തൊക്കെയാ വിശാലെ നീ പറയണേ? അപ്പോഴാണ് വിശാലിന്റെ യഥാർത്ഥ മുഖം പുറത്തു വരുന്നത്. അപ്പോഴേക്കും വിശാലിന്റെ കൂട്ടുകാരന്മാർ കുറച്ച് ഫുഡ് കൊണ്ടേ കൊടുത്തു. ഈ സമയം വിശാല പറഞ്ഞു, ഇത് കഴിച്ചിട്ട് മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം, കഴിക്കടേന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിക്കുന്നതിന് പകരം അതെല്ലാം വലിച്ച് അവന്റെ മുഖത്തേക്ക് എറിഞ്ഞു. പോടാ അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഓടാൻ നോക്കുമ്പോഴത്തേനും അവളെ പിടിച്ച് അവിടെ ഇട്ടു. നീ എങ്ങോട്ട് പോകാനാ? ഇവിടെ കിടക്കടി. നീ എന്റെ അച്ഛനെതിരെ നീ നിന്റെ വീട്ടുകാരും കൂടെ ചേർന്ന് പരാതി കൊടുക്കൂല്ലേ? അങ്ങനെയാണ് കണ്ടിട്ട് എന്നെ കാര്യം എന്ന് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അവളെ അവിടെ പിടിച്ചിടുവാണ്. യമിനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവൻ കതവ് പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ് പോകുന്നത്. യമിനി അവിടെ കിടന്ന് കരയുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാനായിട്ടാ? ഈ സമയത്ത് കാവേരിയൊക്കെ അന്വേഷിക്കാവുന്നിടത്തെല്ലാം അന്വേഷിച്ചു. ഒടുവില് നിവിനെ വിളിച്ചോണ്ട് നിവിനോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാവേരി പറഞ്ഞു, ഈ വിശാലുമായിട്ട് ഇടയ്ക്കൊരു ചുറ്റിക്കളിയും കാര്യങ്ങളൊക്കെ അവൾക്കുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് അറിയില്ലോ. ഒടുവില് ജയപാലന്റെ വീട്ടിൽ അന്വേഷിച്ചു വരുന്നുണ്ട്. അപ്പോഴേക്കും ജയപാലൻ പറഞ്ഞു, എന്റെ മോൻ അങ്ങനെ കണ്ട പെണ്ണുങ്ങളെയൊന്നും വിളിച്ചോണ്ട് വരത്തില്ല. അവന്റെ സഹോദരന്റെ അടുത്ത് പോയേക്കുക. അവനിന്ന് കോളേജിൽ പോലും പോയിട്ടില്ല എന്ന് പറഞ്ഞു. പ്രവീണെ അങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷെ അതും കൂടി വിശ്വസിക്കാൻ പറ്റിയില്ല. നിവിനൊക്കെ എന്തോ ഒരു കള്ളത്തരം ഉള്ള പോലെ തോന്നുവാണ്. അങ്ങനെ അന്നത്തെ ഒരു രാത്രി അങ്ങോട്ട് കഴിഞ്ഞു പോയി. എല്ലാവരും അറിഞ്ഞു. സുജാത അവരെല്ലാവരും വന്ന് എല്ലാവരും ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ അവൾ എവിടെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. ഒടുവില് പോലീസ് കംപ്ലൈന്റ് ആയി. കാരണം ഒരു ദിവസം മൊത്തം കാണാൻ ഇരുന്നിട്ടുണ്ട്, എവിടെയാണെന്ന് അറിയത്തില്ല. എല്ലാവരും അന്വേഷിക്കാനൊക്കെ തുടങ്ങി. വിനീതും ഗംഗെ നിവിനും കാവേരി അവരുടേതായ രീതിയിലാണ് അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേങ്കിൽ ഈ പറയുന്ന വിശാലിന്റെ കൂട്ടുകാരെ കുറിച്ച് അന്വേഷിക്കുവാണെങ്കിൽ എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ലെന്ന് അവർക്ക് തോന്നി. അങ്ങനെ ഒടുവിൽ അവരെന്ത് ചെയ്തു, ഈ പറയുന്ന യമുനെ പിടിച്ചിട്ടിരിക്കുന്ന വീട്ടിലേക്ക് വരുന്നുണ്ട്. അവിടേക്ക് വരുന്ന സമയത്ത് വിശാലും ഫ്രണ്ട്സും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊരു കാര്യം മനസ്സിലായി. വിശാല് പെങ്ങളെ കാണാൻ പോകാന്ന് പറഞ്ഞിട്ട് പോയിട്ടൊന്നും ഇല്ലെന്ന്. ഒടുവില് നിവിൻ അങ്ങോട്ടേക്ക് വന്നിട്ട് വിശാലിന്റെ കർണത്തടിക്കുന്നുണ്ട്. നീ എന്താടാ പറഞ്ഞേ? നീ രാഗിണിയെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് നീ പോയിട്ടില്ലോ, നീ ഇവിടെ നിൽക്കുവായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും പറഞ്ഞു, ഞാൻ പോയില്ല, എനിക്ക് കുറെ ആവശ്യമുണ്ടെന്ന് പോയില്ല. അതിനിപ്പം നിവിൻ ചേട്ടൻ എന്താന്നൊക്കെ ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ നിവിന് നല്ല ദേഷ്യം വന്നു. സത്യം പറയടാ, യമിനെ എന്തിയെന്ന് ചോദിച്ചു. യമിനെ എവിടെയെന്നൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. ആ സമയത്ത് വീടിനകത്തെല്ലാം കയറി പരിശോധിക്കുന്നുണ്ട് എല്ലാവരും. പക്ഷെ ഒരിടത്തും യമിനെ കാണാൻ പറ്റിയില്ല. അങ്ങനെ ഒടുവില് അവര് തിരിച്ചിറങ്ങി പോരാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് ഒരു ചെരുപ്പ് അവിടെ കിടക്കുന്നുണ്ടേ. അത് വിനീതാണ് ആദ്യം കാണുന്നത്. ആ സമയം കാവേരി ആ ചെരുപ്പ് ശ്രദ്ധിച്ചു. ആ ചെരുപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് യമുനയുടെ ചെരുപ്പാന്ന്. വീണ്ടും അവർ പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അപ്പരൊരു കുടിസ് മുറിയിൽ യമുന ഇങ്ങനെ കുറ്റിയിട്ടിരിക്കും. യമുനയ്ക്ക് ബോധവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒടുവിൽ യമുനയെ രക്ഷിക്കുന്നുണ്ട്. വിശാലിനെ അവിടെ ഇട്ട് ഇടി ചിഞ്ച പരുവാക്കുന്നുണ്ട്. വിനീതൻ ഇവനും എല്ലാവരും കൂടെ ചേർന്നിട്ട്. ജയപാലൻ എന്തായാലും 8ന്റെ പണി തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.